ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. പിന്നെ കരിമലക്കൊടിയിലേക്ക് പോവാനായി അർച്ചന ഒരു ഓട്ടോയിൽ കയറുകയാണ്. ആ ഓട്ടോയിൽ ജോസും ടീമും ഇടിച്ചു കയറുന്നുണ്ട്. വണ്ടി നിർത്ത്, ഞാനിവിടെ ഇറങ്ങാം, ഞാൻ അടുത്ത ഓട്ടോയിൽ വരാമെന്നൊക്കെ അർച്ചന പറയുന്നുണ്ടെങ്കിലും ഓട്ടോക്കാരൻ നിർത്തുന്നില്ല. ഡ്രൈവറിനോട് അർച്ചന തർക്കിക്കുമ്പോൾ ജോസ് പറയുന്നുണ്ട്, മിണ്ടാതിരിക്കടി, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയുമെന്ന് പറഞ്ഞ് ജോസിന്റെ കൂടെയുള്ള ആളുകൾ കത്തി കാണിച്ച് അർച്ചനയെ ഭീഷണിപ്പെടുത്തുകയാണ്. കണ്ട് അർച്ചന ആകെ ടെൻഷൻ ആവുന്നുണ്ട്. നിങ്ങളൊക്കാരാ, നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് അർച്ചന ചോദിക്കുമ്പോൾ ജോസ് പറയുന്നുണ്ട്, അതൊക്കെ കുറച്ചു കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാവുമെന്ന് പറയാണ്. അർച്ചന അപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഞാൻ അപകടത്തിലാണല്ലോ, രക്ഷപ്പെടാൻ എന്താണ് വഴി? ആ പെപ്പർ സ്പ്രേ ഉപയോഗിക്കാം, അത് ഇവിടെ പ്രയോഗിച്ചില്ലെങ്കിൽ പിന്നെ എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് പറഞ്ഞ് അർച്ചന ബാഗിൽ നിന്നും ആരും കാണാതെ ആ സ്പ്രേ എടുത്തുകൊണ്ട് ജോസിന്റെയും ഓട്ടോ ഡ്രൈവറുടെയും ജോസിന്റെ ടീമിന്റെയും മുഖത്തേക്കെല്ലാം സ്പ്രേ അടിക്കുകയാണ്. വേഗം തന്നെ ഡ്രൈവർ ഓട്ടോ നിർത്തുന്നുണ്ട്. ജോസും ടീമും എല്ലാവരും തന്നെ കണ്ണു നേറിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആ സമയത്ത് അർച്ചന പെട്ടെന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ഓടുകയാണ്. പിന്നീട് ജോസും ടീമും വെള്ളം എടുത്തുകൊണ്ട് മുഖം കഴുകി അർച്ചനയെ കണ്ടെത്താനായി പോവുകയാണ്. അർച്ചനയാണെങ്കിൽ ഓടിയെത്തുന്നത് ഒരു കാട്ടിനുള്ളിലേക്കാണ്. ഓടി ഓടി അർച്ചന ആകെ തളരുന്നുണ്ട്. ജോസിന്റെ കൂടെയുള്ളവരെല്ലാവരും തന്നെ ഓരോ വഴിക്ക് അർച്ചനയെ തെരഞ്ഞുകൊണ്ട് പോവുകയാണ്. ഓടി ഓടി തളർന്ന അർച്ചന ഒടുവിൽ അങ്ങനെ തളർന്നു വീഴുകയാണ് ആ കാട്ടിനുള്ളിൽ. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരാൾ വരുന്നത്. അർച്ചനയുടെ രക്ഷകൻ. അയാൾ വന്ന് അർച്ചനയെ നോക്കി അർച്ചനയെ എടുത്തുകൊണ്ടു പോവുകയാണ്. ഇതേ സമയം ചിന്നു ആണെങ്കിൽ അമ്മയെ കാണാത്തതിൽ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോണിൽ വിളിച്ചിട്ടും കിട്ടുന്നില്ല. അപ്പോഴാണ് അങ്ങോട്ടേക്ക് മഞ്ജു വരുന്നത്. മഞ്ജു എന്നിട്ട് ചിന്നുവിനോട് ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി ചിന്നു, എന്താണ് ഇതുവരെ വരാത്തത്, നിന്നോട് എന്തെങ്കിലും പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, എന്നോടൊന്നും പറഞ്ഞില്ല, ഞാൻ അമ്മയെ കുറെ പ്രാവശ്യം ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല, ഇത്രയൊന്നും വൈകാറില്ലല്ലോ ആന്റി എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, ചേച്ചി വേറെ എങ്ങോട്ടോ പോകുമെന്ന് പറഞ്ഞിരുന്നു, ഇവിടെ അച്ചു പറഞ്ഞതാണ്, എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവനോടും ചേച്ചി പറഞ്ഞില്ല, നിന്നോട് ചിലപ്പോൾ ചേച്ചിക്ക് പറയാൻ പറ്റി കാണില്ല, നീ വിഷമിക്കൊന്നും വേണ്ട, ചേച്ചി വന്നോളുമെന്ന് മഞ്ജു ചിന്നുവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അച്ചുവും രുക്കുവും പുറത്തുപോയി തിരിച്ചു വരുന്നത്. രുക്കു അപ്പൊ മഞ്ജുവിനോട് ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി, എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, കുഞ്ഞമ്മാവ അമ്മ ഇതുവരെ വന്നില്ല, എവിടെയെങ്കിലും പോകുമെന്ന് കുഞ്ഞമ്മാവനോട് പറഞ്ഞായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അച്ചു പറയുന്നുണ്ട്, പോകുമെന്ന് പറഞ്ഞു, പക്ഷെ എങ്ങോട്ടാണെന്ന് പറഞ്ഞില്ല, ഒരയ്ക്കൊന്നും ആയിരിക്കില്ല, അങ്ങനെ ചേച്ചി ഒറ്റയ്ക്ക് പോവാറില്ലല്ലോ, എന്തായാലും ചേച്ചി ഒന്ന് വിളിച്ചു നോക്കട്ടെ പറഞ്ഞ് അച്ചു ഫോണിൽ വിളിക്കുന്നുണ്ടെങ്കിലും അർച്ചനയെ വിളിച്ച് കിട്ടുന്നില്ല. ചിന്നുവിനാണെങ്കിൽ അമ്മയെ കാണാത്തത് നല്ല വിഷമമാണ്. അച്ചു അപ്പോൾ ചിന്നുവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്, മോളെ വിഷമിക്കൊന്നും വേണ്ട, അമ്മയുടെ ജോലി നിനക്കറിയാവുന്നതല്ലേ, ചിലപ്പോൾ എങ്ങോട്ടെങ്കിലും ഒക്കെ പോവേണ്ടി വരും, വരാൻ ലേറ്റ് ആവും, എന്തായാലും നീ പേടിക്കണ്ട, ഞാനൊന്ന് പോയി അന്വേഷിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അച്ചു പോവാനായി നിൽക്കുമ്പോൾ രുക്കു പറയുന്നുണ്ട്, അച്ചു നമ്മളിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്ന് കയറിയതല്ലേ ഉള്ളൂ, ഇപ്പോൾ എങ്ങോട്ടും പോവണ്ട എന്ന് പറയുമ്പോൾ അച്ചു ചോദിക്കുന്നുണ്ട്, അതെന്താണെന്ന്. ഇവിടെ ഇപ്പോൾ ചേച്ചി അന്വേഷിച്ചു പോകാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ, പോയിട്ട് വരാമെന്ന് പറയാണ് അച്ചു. രുക്കുവിന് അപ്പൊ ദേഷ്യം വരുന്നുണ്ട്. ചേട്ടന്മാരുണ്ടല്ലോ, ചേട്ടന്മാരോട് വിളിച്ചു പറയാം, വരുന്ന വഴി അവർ ഓഫീസിൽ കയറി ചേച്ചിയെ അന്വേഷിച്ചിട്ട് വരും എന്നൊക്കെ രുക്കു പറയുമ്പോ മഞ്ജും അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ വന്നു കയറിയതല്ലേ ഉള്ളൂ, ഉടനെ തന്നെ പുറത്തേക്ക് പോവണ്ട, ഞാൻ എന്തായാലും അനന്തേട്ടനെ വിളിച്ചു പറയാമെന്ന് പറയാണ്. ചിന്നു അപ്പോ അച്ചുവിനോട് പറയുന്നുണ്ട്, എന്നാ പിന്നെ കുഞ്ഞമ്മാവൻ പോവണ്ട എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ട് ചിന്നു അകത്തേക്ക് പോവുകയാണ്. അച്ചുവും മഞ്ജുവിനോട് ശരിയെന്ന് പറഞ്ഞ് അകത്തേക്ക് പോകുന്നുണ്ട്. പിന്നീട് രുക്കു മഞ്ജുവിനോട് പറയുന്നുണ്ട്, അർച്ചന ചേച്ചിക്ക് എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ അങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ, ഫോണും ഓഫാക്കിയിട്ട് അവരിത് എങ്ങോട്ട് കറങ്ങാൻ പോയതാണെന്ന് രുക്കു ചോദിക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്, അർച്ചന ചേച്ചി LLB എടുത്ത് വക്കീലാവുന്നതിനു മുന്നേ ഈ വീട്ടിൽ അങ്ങനെയൊന്നും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല, അവരെന്ന് വക്കീലിന്റെ പണി തുടങ്ങിയോ അന്നു മുതൽ ഈ വീട്ടിൽ സ്വസ്ഥതയില്ലാതെയായി എന്ന് മഞ്ജു പറയുമ്പോൾ രുക്കു പറയുന്നുണ്ട്, അവരെന്റെ ഏട്ടനെ ജയിക്കാനായി ഇറങ്ങിയിരിക്കല്ലേ, ഈ ജന്മത്ത് അതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ് രുക്കു ദേഷ്യപ്പെട്ടുകൊണ്ട് അകത്തേക്ക് പോവുകയാണ്. മഞ്ജു ആണെങ്കിൽ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഫോൺ ഓഫ് ചെയ്തുകൊണ്ട് ഈ അർച്ചന ചേച്ചി എങ്ങോട്ട് പോയിരിക്കുകയാണ്, എന്തായാലും അനന്തേട്ടനെ വിളിച്ചു പറയാമെന്ന് വിചാരിച്ച് ഫോൺ എടുത്ത് അനന്തനെ വിളിക്കുന്നുണ്ട്. ഇതിന് മുകുന്ദനും നേരെ അർച്ചനയുടെ ഓഫീസിലേക്ക് പോവുകയാണ്. ദീപ്തി വീട്ടിലേക്ക് പോവാനായി ഓഫീസിൽ നിന്നും ഇറങ്ങുന്ന ആ സമയത്താണ് അനന്തനും മുകുന്ദനും അവിടെ എത്തുന്നത്. നിങ്ങൾ ഇതെന്താ ഇവിടെ എന്ന് ദീപ്തി ചോദിക്കുന്നുണ്ട്. ഇതിനപ്പോ പറയുന്നുണ്ട്, ഞങ്ങൾ അർച്ചന ചേച്ചിയെ തിരക്കി വന്നതാണ്, ചേച്ചി ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല, ചേച്ചി ലേറ്റ് ആവുകയാണെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോകാൻ വന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. ദീപ്തി അപ്പൊ ചോദിക്കുകയാണ്, അർച്ചന ചേച്ചി ഇതുവരെ എത്തിയില്ലേ, ചേച്ചി ഇവിടുന്ന് രാവിലെ തന്നെ പോയതാണ്, ഒരു കക്ഷിയെ കാണാനായി കരിമലക്കുടയിലേക്കാണ് പോയിരിക്കുന്നത്, തിരികെ ഓഫീസിലേക്ക് വരില്ലെന്നും നേരെ വീട്ടിലേക്ക് പോകുമെന്നാണ് എന്നോട് പറഞ്ഞത്, വീട്ടിലെത്തി കാണുമെന്നാണ് ഞാൻ കരുതിയത്, ഫോണിലാണെങ്കിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല, ഇതെല്ലാം നിങ്ങളാരും എന്താണ് അർച്ചനയുടെ കൂടെ പോകാതിരുന്നത്, നിങ്ങളിൽ ആരെങ്കിലും ഒരാളെ വിളിച്ചുകൊണ്ട് പോകുമെന്നാണ് അവൾ എന്നോട് പറഞ്ഞതെന്ന് ദീപ്തി ചോദിക്കുമ്പോൾ അനന്തൻ പറയുന്നുണ്ട്, എന്നെ ചേച്ചി വിളിച്ചിരുന്നു, പക്ഷെ ഈ കാര്യങ്ങളൊന്നും
കാര്യങ്ങളൊന്നും പറഞ്ഞില്ലെന്ന് നന്ദൻ പറയാണ്. ദീപ്തിയപ്പ പറയുന്നുണ്ട് റേഞ്ച് ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഫോണിൽ വിളിച്ച് കിട്ടാത്തത്, അല്ലെങ്കിൽ ചാർജ് കഴിഞ്ഞ് ഫോൺ ഓഫ് ആയിട്ടുണ്ടാവും. അച്ഛൻ എന്തായാലും ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ടാവും, നിങ്ങൾ ആരും പേടിക്കണ്ടെന്ന് ദീപ്തി പറയാണ്. ദീപ്തിയാണെങ്കിൽ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അർച്ചന എത്തേണ്ട സമയം കഴിഞ്ഞല്ലോ, ഇനി എന്താണ് അവള് ലേറ്റ് ആവുന്നതെന്ന് ചിന്തിക്കുന്നുണ്ട്. ഇതിനപ്പോ അനന്തനോട് പറയുന്നുണ്ട് ചേട്ടാ നമ്മൾ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ബസ് സ്റ്റാൻഡിലേക്ക് പോവാം, ചേച്ചി അങ്ങോട്ടേക്കല്ലേ വരികയെന്ന് പറഞ്ഞ് ഇതിനും മുകുന്ദനും പെട്ടെന്ന് തന്നെ അവിടെ നിന്നും പോകുന്നുണ്ട്. ദീപ്തിയും വണ്ടിയെടുത്ത് വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങോട്ടേക്ക് വിജയ് ശങ്കർ വരുന്നുണ്ട്. കരിമലക്കൊടിയിലേക്ക് പോയ അർച്ചന ഇതുവരെ വന്നിട്ടില്ലല്ലോ, അതിലും ജോസിനെ ഒന്ന് വിളിക്കാമെന്ന് പറഞ്ഞ് വിജയ് ശങ്കർ ജോസിന്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് തന്നെ ജോസിനെ വിളിച്ച് കിട്ടുന്നില്ല. എന്താണ് ഫോൺ എടുക്കാത്തത്? എന്തായാലും ജോസും ടീമും അവളെ തീർത്ത് കാണാനാണ് സാധ്യത ഉണ്ടാവും വിളിച്ചിട്ട് കിട്ടാത്തത്. അങ്ങനെയെങ്കിൽ അവൾ ഇനി തിരിച്ചു വരില്ല എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ് വിജയ് ശങ്കർ. അർച്ചനയാണെങ്കിൽ ഒരു കാട്ടിനുള്ളിലെ ടെന്റിന്റെ ഉള്ളിൽ അങ്ങനെ കിടക്കുകയാണ്. ബോധം വന്ന് പെട്ടെന്ന് തന്നെ അർച്ചന എഴുന്നേൽക്കുന്നുണ്ട്. ഞാനിപ്പോ എവിടെയാണെന്ന് പോലും അർച്ചനയ്ക്ക് അറിയുന്നില്ല. ടെന്റിന്റെ ഉള്ളിൽ ഒരു ക്യാമറയും ഒരു ബാഗും കുറെ മദ്യക്കുപ്പികളെല്ലാം ഉണ്ട്. പേടിച്ചുകൊണ്ട് അർച്ചന വേഗം തന്നെ ഫോൺ എടുത്ത് വീട്ടിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അർച്ചനയുടെ ആ രക്ഷകൻ എത്തുന്നത്. ആ രക്ഷകൻ എന്നിട്ട് അർച്ചനയോട് പറയുന്നുണ്ട് വിളിക്കാൻ ശ്രമിക്കണ്ട, റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് വിളിച്ചാൽ കിട്ടില്ലെന്ന് പറയാണ്. മുഖം മറച്ചുകൊണ്ടാണ് ആ രക്ഷകൻ അങ്ങോട്ടേക്ക് വരുന്നത്. അർച്ചന അപ്പോൾ നിങ്ങൾ ആരാണെന്ന് ചോദിക്കുകയാണ്. അയാൾ അപ്പൊ തന്നെ തന്റെ മുഖം കാണിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് അയാൾ വന്ന് അവിടെ ഇരിക്കുകയാണ്. എന്നിട്ട് സിഗരറ്റ് എടുത്ത് വലിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരാണെന്ന്. തിരിച്ചപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരാണ്, എന്തിനാണ് ഈ കാട്ടിനുള്ളിലേക്ക് ഒറ്റയ്ക്ക് വന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പൊ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഞാൻ ആരാ എന്താണെന്നൊക്കെ ഇയാളെ അറിയാതെ ഇപ്പോൾ പറയണ്ട ഒക്കെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. പിന്നീട് അദ്ദേഹത്തോട് അർച്ചന ചോദിക്കുന്നുണ്ട് ഞാൻ ആരാണെന്നും എന്താണെന്നൊന്നും നിങ്ങൾ അറിയണ്ട, ഞാൻ ഇവിടെ എങ്ങനെ വന്നു അതെനിക്ക് അറിയണമെന്ന് പറയുമ്പോ അയാൾ പറയുന്നുണ്ട് ഞാൻ ഇവിടെ എങ്ങനെ വന്നു എന്ന് ഞാൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് അർച്ചന ഇവിടെ എങ്ങനെ എത്തിയെന്നുള്ള കാര്യം കാട്ടിനുള്ളിൽ നടന്ന സംഭവങ്ങളെല്ലാം അദ്ദേഹം അർച്ചനയോട് പറയുന്നുണ്ട്. കാട്ടിനുള്ളിൽ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അർച്ചന അവിടെ തളർന്നു വീണ് കിടക്കുന്നത് അയാൾ കാണുന്നത്. അർച്ചനെ രക്ഷിക്കാനായി പെട്ടെന്ന് തന്നെ അവിടുന്ന് എടുത്തു കൊണ്ടുവന്ന് ഈ ടെന്റിനുള്ളിൽ കിടത്തുകയാണ് അദ്ദേഹം. അങ്ങനെയാണ് അർച്ചന ഇവിടെ എത്തുന്നത്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.